ഹായ്, വെൽക്കം ഓൾ ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. ഇന്നത്തെ വിഷയം പറയുന്നതിന് മുമ്പ് ഞാനൊരു ഒരു കഥ പറയട്ടെ. ശ്രീബുദ്ധൻ്റെ കഥയാണ്. ശ്രീബുദ്ധൻ ഇങ്ങനെ ഒരു നാട്ടും പുറത്തിരുന്ന് അങ്ങനെ സംസാരിക്കുകയാണ്, ആൾക്കാരോടൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അതിൽ ഈ ശ്രീബുദ്ധൻ്റെ ടീച്ചിങ്സ് ഒന്നും അധികം ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി അയാൾ വേഗം എഴുന്നേറ്റ് നിന്നിട്ട് ശ്രീബുദ്ധനോട് ദേഷ്യത്തിൽ കുറേ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഇതൊന്നും ശരിയല്ല ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അതിലെ കുറേ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ശ്രീബുദ്ധനോട് സംസാരിച്ചു. ഭയങ്കര കാമായിട്ടാണ് ബുദ്ധൻ ഇരുന്നത്. പിന്നെ ബുദ്ധൻ ഈ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ഒന്നും കൂടിയും ദേഷ്യം കൂടി. അപ്പോൾ അയാൾ കുറച്ചും കൂടിയും കടുത്ത ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോഴും ബുദ്ധൻ ഭയങ്കര കാമായിട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഒന്ന് ഡൗൺ ആയി, ഒന്ന് സംസാരം നിർത്തിയപ്പോൾ ഒരു പോസ് കിട്ടിയപ്പോൾ ബുദ്ധൻ തിരിച്ചയാളോട് പറഞ്ഞു, ശരി, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കാം, ആ ചോദ്യത്തിന് നീ എനിക്കൊരു ഉത്തരം പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, നീ ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം ഒരാൾക്ക് വേണ്ടി നീ വാങ്ങിച്ചു, എന്നിട്ട് നീ അത് കൊണ്ടുപോയി കൊടുത്തു. ആ കൊടുക്കുമ്പോൾ ആ വാങ്ങേണ്ട ആൾ പറഞ്ഞു, എനിക്കത് വേണ്ട, നിരാകരിച്ചു, അത് വേണ്ട, എനിക്കത് താല്പര്യമില്ല, ആ ഗിഫ്റ്റിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഗിഫ്റ്റ് ആരുടേതാണ്? ആ ഗിഫ്റ്റ് വരിക, നീ ആർക്കാണോ വാങ്ങിച്ചത് അയാൾ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ആ ഗിഫ്റ്റ് ആരുടേതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഉടനെ പറഞ്ഞു, എന്താ സംശയം, അതെൻ്റെ തന്നെ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചത്, അത് ഞാൻ, പിന്നെ അയാൾക്ക് വേണമെങ്കിൽ അതെൻ്റെ തന്നെ എന്ന്. ആണല്ലോ, ആണ് എന്ന് പറഞ്ഞു. ഇതേപോലെയാണ് നീ ഇപ്പോൾ എൻ്റെ അടുത്ത് കാണിച്ച ദേഷ്യം. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദേഷ്യമാണ്. അത് നീ എനിക്ക് തന്നു, ഞാനത് സ്വീകരിച്ചിട്ടില്ല. നീ എന്നെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞു, എന്നോട് ദേഷ്യത്തിൽ എന്തൊക്കെയോ സംസാരിച്ചു, ഞാനത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ആ ഗിഫ്റ്റ് ആരുടേതായിരുന്നു? നിൻ്റേതായതുപോലെ ഈ ദേഷ്യവും നീ പറഞ്ഞ വാക്കുകളൊക്കെ ആരുടെയായി? നിൻ്റേത് തന്നെയാണ്, അത് നിനക്ക് അവകാശപ്പെട്ടതാണ്, അത് നീ തന്നെ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു വലിയ പാഠവും ഇന്നത്തെ വിഷയവും വരികയാണ്, ദേഷ്യം. എപ്പോഴും ഉണ്ട് അല്ലേ, നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു വികാരമാണ് ദേഷ്യം വരിക. എന്ത് തൊട്ടാലും ദേഷ്യം വരിക. നമുക്ക് ചിലപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എന്താ കാരണം എന്ന് പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഈ ദേഷ്യം വന്നോണ്ട് നമ്മൾ പറയുന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കണ്ട, എനിക്ക് ദേഷ്യം വന്നിട്ട് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് തുടങ്ങിയ ദേഷ്യം. എങ്ങനെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നത്? അത് ചിലപ്പോൾ സ്ലീപ്പിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, നമ്മുടെ ഉറക്കത്തിൻ്റെ പ്രശ്നം കൊണ്ടായി. എന്തായാലും ഒരു കാരണം എവിടുന്നെങ്കിലുമൊക്കെ നമ്മുടെ മുന്നിൽ വന്നു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരാണ്. ഇത് എന്താണ്? ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ദേഷ്യം ഡിസ്ട്രക്റ്റീവാണ്. അത് സെൽഫ് ഡിസ്ട്രക്റ്റീവ്, സ്വയം നശിപ്പിക്കുന്ന ഒരു വികാരമാണ് എന്ന് മനസ്സിലായി. നമുക്ക് ദേഷ്യം വരരുത് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാലൊന്നും ശരിയാവില്ല. അത് വരും, അത് നാച്ചുറലി വളരെ കുറവ്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല, ദേഷ്യം വരികയില്ല അവർക്ക് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാളുണ്ടാവും എന്ന് തോന്നുന്നില്ല, മനുഷ്യന്മാരങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വരുന്നവരുണ്ടാവും, പക്ഷെ അത് നന്നായി മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്കത് വളരെ ഡീൽ ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ട്. കുറച്ച് പേർക്ക് അത് അറിയേയില്ല. അതൊരു തെറാപ്പിയിൽ കൂടെ തന്നെയാണ് അവരൊക്കെ പഠിച്ചെടുക്കണം എന്നുള്ളതാണ്. കാരണം ആങ്കർ മാനേജ്മെൻറ്റ് ഇല്ല എന്നുള്ളവരാണ് അവരതിനെ കൊണ്ട് നടന്ന് ഒരുപാട് സ്വയം കുറേ ഉള്ളിലേക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, മറ്റുള്ളവരുടെ ഉള്ളിലേക്കും എന്തുണ്ടാക്കി കൊടുക്കുന്നു, കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്കടക്കവും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം, അതെന്തായാലും ഒരു നല്ലൊരു ഫീലിംഗ് അല്ല, ഇമോഷണൽ. അത് നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നും. ചില സമയത്ത് നമ്മൾ അതേപോലെ തന്നെ നമുക്ക് ദേഷ്യവും തലവേദനയും ഇതും ഒക്കെ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്കത് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം അല്ലേ? നമ്മളെ അത് നശിപ്പിക്കുന്നു എന്ന് കണ്ടാൽ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ആരെ തന്നെയാണ്? നമ്മളെ തന്നെ അല്ലേ? നമുക്ക് നമ്മളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? നമ്മളെന്തിനാണ് നമ്മളുടെ ബോഡിയെ വെറുതെ, നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ എന്തിനാണ് വെറുതെ നശിപ്പിക്കുന്നത്? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫീലിങ്ങിനെ നമുക്കൊന്ന്
കടിഞ്ഞാണിട്ട് പിടിക്കണം. നമുക്കൊന്ന് ഇതിനെ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കുറേ റിലേഷൻഷിപ്സും നമ്മുടെ കുറേ വേസ്റ്റ് ആവും എന്നുള്ളതാണ്. ചിലതൊക്കെ നമുക്ക് കാണാം, ചിലപ്പോൾ നമ്മുടെ ദേഷ്യം കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ എൻ്റെ മോശമായിട്ടുള്ള വേർഡ്സ് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നമ്മളവരെ ശാരീരികമായിട്ട് നമ്മളവരെ ദ്രോഹിക്കുന്നുണ്ടാവാം എന്നുള്ളതാണ്. അത് കഴിഞ്ഞു, അതൊരു ഷോർട്ട് സ്പാനിലാണ് നമുക്കത് നിൽക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ അവരോട് സോറിയും ഒക്കെ പറയാറുണ്ട് ചില സമയത്തെ. അതൊന്നും എല്ലാവരും ഒന്നും പറയാറൊന്നുമില്ല സോറി ഒന്നും. ചിലവരൊക്കെ സോറി എന്നൊക്കെ പറയും, മാപ്പ് സോറി എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ പറയുമ്പോൾ ദി അതർ പാർട്ടി അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ട് നമ്മളോട് തിരിച്ച് കയർക്കും. അപ്പോൾ നമ്മൾ വീണ്ടും പോകും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ സോറി അവർ ആക്സെപ്റ്റ് ചെയ്യും, നമ്മുടെ സോറി അവർ ആക്സെപ്റ്റ് ചെയ്തു എന്ന് വരും. പക്ഷേ ലിറ്ററലി ആക്സെപ്റ്റ് ചെയ്തു എന്നേ ഉണ്ടാവുള്ളൂ. ചില മനസ്സിൽ അതൊരു വലിയ പാട് പോലെ വീണ്ടും ഒരു ഡാർക്കായിട്ട് അവിടെ ഒരു പാട് പോലെ അവിടെ കിടക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ എന്തൊക്കെ അവരോട് ആത്മാർത്ഥത്തോടു കൂടി ചെയ്താലും അവർക്കതിലൊക്കെ ഒരു സംശയം തോന്നാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഈ ഫീലിംഗ്. ഭഗവാൻ ശിവൻ, നമ്മളെപ്പോഴും ദേഷ്യമുള്ളൊരു ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശിവൻ, കാരണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ തൃക്കണ്ണ് തുറക്കും, അത് നമ്മളെ ഭസ്മമാക്കും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഭഗവാന് പോലും പല ഇൻസിഡൻറ്റുകളും നമ്മൾ ഒരു കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ശ്രീ പാർവതിയുടെ അടുത്ത വേദങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നന്നായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭഗവാൻ സംസാരിക്കുന്ന സമയത്ത് പാർവതി ദേവിക്ക് പെട്ടെന്ന് ഉറക്കം തൂങ്ങും, ഇങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു, ഉടനെ പാർവതി ദേവിയെ ശപിക്കും ശിവൻ. പക്ഷെ അത് ആ കഴിഞ്ഞ ഉടനെ പിന്നെ തോന്നും എന്താ ഞാനീ ചെയ്തത് എന്ന് തോന്നും. പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ആ ഇതിൽ നിന്ന് ശാപത്തിൽ നിന്നും പാർവതി ദേവിയെ രക്ഷിച്ചെടുക്കാൻ ശിവൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്നുള്ളതാണ്. അപ്പോൾ ആ തെറ്റുകൾ ഒരു ഭഗവാന് സംഭവിച്ചിട്ട് അത് റിവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെടുന്ന പാടുകളൊക്കെ നമ്മളെ കേൾപ്പിക്കുകയാണ്, നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ, ഒരു ചാട്ടത്തിന് നമ്മൾ അങ്ങോട്ട് എടുത്ത് ചാടി, പക്ഷെ അതേപോലെ നമുക്ക് അതേ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചത് എടുക്കാൻ പറ്റില്ല. സോ വീൽ ഹാവ് ടു നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് മാനേജ് ചെയ്തുകൊണ്ടോണം. നമുക്ക് ഉറപ്പിച്ചു, എനിക്കായാലും നിങ്ങൾക്കായാലും ഇമോഷൻ വരും എന്നുള്ളത് ഉറപ്പിച്ചു നമ്മളെ കാര്യമാണ്. അപ്പം നമ്മളിതിനെ എങ്ങനെയാണ് നമുക്കിതിനെ ഒന്ന് നമ്മുടെ കൈപ്പിടിയുടെ ഉള്ളിലേക്ക് ആക്കുക, ഹൗ ക്യാൻ വി മാനേജ് ഇറ്റ് എന്നതാണ്. അത് നോക്കുമ്പോൾ അതൊക്കെ കുറേയൊക്കെ അവരവരുടെ സ്റ്റൈൽ ഓഫ്, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇതിനൊക്കെ പോകുമ്പോൾ, തെറാപ്പിക്കൊക്കെ പോകുമ്പോൾ നമ്മളോട് പറയും ദേഷ്യം വന്നാൽ 1 2 3 ഇങ്ങനെ കുറച്ച് നേരം. പക്ഷേ ഇത് ആ സമയത്ത് നമുക്ക് ഇതൊക്കെ ഓർമ്മ വരുമെന്ന്. അപ്പം നമ്മളിപ്പോൾ ലേൺ ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യാൻ നല്ലത്, അഡോപ്റ്റ് ചെയ്യാൻ നല്ലത്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് എൻഗേജ്ഡ് ആവുക. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആർഗ്യൂ ചെയ്ത് നിൽക്കാതെ, വരുന്നു ഒരു ഇമോഷൻ വരുന്നു, ദേഷ്യം വരുന്നു, നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ വേഗം മാറിപ്പോവുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് ടാസ്ക് ചെയ്യാൻ, നമുക്കിപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക, വേറൊരാളുടെ പ്രവൃത്തികളാണ്, വാക്കുകളാണ് നമ്മളെ ദേഷ്യപ്പെടുത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് നമ്മൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അയേൺ ചെയ്യാൻ കുറച്ച് ഫിസിക്കലി ചെയ്യാൻ പറ്റുന്ന ചില ടാസ്കുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറി നിൽക്കാം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ രാവിലെ നമ്മൾ കാറെടുത്ത് നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കാം. ആ ട്രാഫിക് ബ്ലോക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരികയാണ്. മുമ്പിലുള്ളവരോട് മുഴുവനും നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് ദേഷ്യം, നമ്മൾ ഇങ്ങനെ സ്വയം ഇരുന്ന് അതിനവിടെ മുമ്പിൽ നിന്ന് മാറില്ല, സൈഡും തരില്ല എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ ദേഷ്യം നമ്മൾ നോക്കി നോക്കൂ, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വളരെ ഈസിയാണ്. ആ ദേഷ്യം നമുക്ക് എന്നും വരികയാണ്, മോർണിംഗ് വരികയാണ് എന്നുള്ളത് റിപ്പീറ്റഡ്ലി നമുക്കതിനെ മാനേജ് ചെയ്യാം അല്ലേ. നമുക്ക് കുറച്ച് നേരത്തെ മുൻകൂട്ടിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഓഫീസിലേക്ക് നേരത്തെ ഇറങ്ങാം. കാരണം ബ്ലോക്ക് ഉണ്ടല്ലോ, നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് നമ്മൾ നിൽക്കണ്ട എന്നുള്ളതാണ്. പിന്നെ എവിടെയാണോ നമ്മളെ എന്താണ് കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത്, ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് സ്കിപ്പാവുകയാണ് എപ്പോഴും നല്ലത്. അതിനെ ഇങ്ങനെ വീണ്ടും താലോലിച്ചിട്ട് അതേ സിറ്റുവേഷനിൽ തന്നെ ഇരുന്ന് അതെന്നെ ഇങ്ങനെ കൂടുതൽ ആലോചിക്കുമ്പോൾ അത് നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാവും.
എന്നുള്ളതാണ്. അപ്പോൾ മുമ്പിൽ വന്ന് കിട്ടിയത് കയ്യിൽ കിട്ടിയത് വലിച്ചെറിയുക, അതും നമുക്ക് തന്നെയാണ് ദ്രോഹം. വേറെ ആൾക്കാരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുക, അവരെ ദ്രോഹിക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് മാനേജ് ചെയ്യാൻ, കാരണം നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, വായിക്കാൻ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ട്, ഡെയിലി വായിക്കുന്നുണ്ട്. ഇപ്പം ഇന്നാളെ തന്നെ മിഞ്ഞാന്ന് തന്നെ ഞാൻ കണ്ടു, ഒരു പയ്യൻ അവൻ്റെ കല്യാണത്തിന് സമ്മതിച്ചില്ല, അമ്മാവൻ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ദേഷ്യം മൂത്തിട്ട് അയാളെ കൊണ്ടുപോയിട്ട് അയാൾക്ക് ആക്സിഡൻറ്റ്. അമ്മ ഫ്ലാറ്റിൽ വീഡിയോ ഇതൊക്കെ വന്നു, ക്യാമറ റെക്കോർഡിങ്സ് ഒക്കെ വന്നു, അമ്മയെ ദ്രോഹിക്കുക, കല്യാണത്തിന് സമ്മതിച്ചില്ല എന്നുള്ളൊരു റീസൺ പറഞ്ഞിട്ട്. ചിലർ ഈ ആങ്കറിനാണ് ആ സമയത്ത് പോയിട്ട് കഞ്ചാവും കാര്യങ്ങളിലൊക്കെ പോയി പെടുന്നതിൻ്റെ റീസണാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ ട്രാഫിക്കിൽ നമ്മൾ പോകുന്നു, നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ആ സമയത്ത് നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കാതെ സൈഡിലേക്ക് ഒന്ന് നീക്കിയിടുക. നമ്മളൊരു ചായയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുടിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുക, കുറച്ചൊരു പാട്ടൊക്കെ ഒന്ന് കേൾക്കുക. ഇങ്ങനെയൊക്കെയുള്ള നമ്മളിങ്ങനെ മാറ്റുക. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഭയങ്കര അലേർട്ടാവുക. നമ്മുടെ ആ സ്മാർട്ട്നെസ്സും നമ്മൾ ആ കോൺഫിഡൻസൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ഈ ആങ്കർ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബുദ്ധിപരമായിട്ട് ആലോചിക്കുക. നമ്മളുടെ ആ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതെടുത്തിട്ട് ഈ സിറ്റുവേഷനിൽ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പം നാച്ചുറലി അത് ഡൗൺ, കുറച്ചൊരു ഷോർട്ട് സ്പാൻ ചെയ്ത് നിൽക്കുള്ളൂ. മറ്റേത് കുറേ നേരം നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് അവർ അത് തന്നെ ആലോചിക്കുമ്പോൾ ശരിയാണ്, കുറേ ലോങ്സ് ഇതെടുക്കും. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കത് ആ ദേഷ്യം കുറയുന്നുണ്ട് സത്യത്തിൽ. പക്ഷെ ചിലവരത് കുറയാൻ സമ്മതിക്കില്ല, വീണ്ടും എന്നുള്ള രീതിയിൽ വരിക. മിണ്ടിയതിന് തൊട്ടതിന് മുഴുവനും ദേഷ്യം വരിക ചില ആൾക്കാർക്ക്. ദേഷ്യം എന്താ റീസൺ അറിയാത്ത ദേഷ്യമൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ വെറുതെ നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ റീസൺ അതറിയില്ല, അതൊക്കെ നമ്മുടെ എസ്കേപ്പിസമാണ്. അപ്പം മറ്റേ ആൾ പേടിക്കൂലോ നമ്മുടെ അടുത്ത് പിന്നെ വരാൻ വേണ്ടി. അപ്പോൾ ചിലപ്പോൾ അവരാഗ്രഹിക്കുന്നത് തനിയെ പോയി ഇരിക്കാനായിരിക്കും അവർക്ക്, പക്ഷെ അതിനവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. വെള്ളം കുടിക്കുക, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ആർഗ്യുമെൻറ്റിന് നമ്മൾ നിൽക്കാതിരിക്കുക. അത് നമുക്ക് ഓവർ പ്രഷർ വരും ആ സമയത്ത് എന്നുള്ളതാണ്. സോ നല്ല റിലേഷൻഷിപ്സ്, അതായത് നമുക്ക് തന്നെ അറിയാം, അച്ഛൻ അമ്മ ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പിൽ ഭയങ്കര ദേഷ്യമുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടാണ്, അയാളെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പെട്ടെന്നൊക്കെ റീസെൻ്റ്ലി മാരീഡൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചൊക്കെ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഡിവോഴ്സിലേക്കൊക്കെ നീങ്ങിപ്പോവും എന്നുള്ളതാണ്. കാരണം അവിടെയൊക്കെ കെയർ റെസ്പെക്റ്റൊക്കെ വരേണ്ട സമയത്ത് നമ്മൾ നമ്മുടെ ആങ്കർ കൊണ്ടുവന്ന് അവിടെ അപ്പോൾ ഈ ഇമോഷനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിചാരിച്ചു കൊടുത്ത് അത് എന്ത് ചെയ്യണം, ആ ഇമോഷൻ നിൽക്കണം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. വി ഷുഡ് സ്റ്റഡി ടു ഡീൽ അവർ ആങ്കർ. അല്ലാണ്ട് അത് വരില്ല എന്ന് പറയുന്നത് അതൊക്കെ തെറ്റാണ്. നമുക്ക് ചില സ്ഥലത്ത് ചില ആൾക്കാർ പറയും, ഞാൻ കണ്ടിട്ടേ ഇല്ല അയാൾ ദേഷ്യപ്പെടുന്നതായിട്ട്, ഞാൻ കണ്ടിട്ടേ ഇല്ല, അയാൾക്ക് ദേഷ്യം എന്ന് പറയുന്നത് ഇല്ലേ. അത് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അവരതെന്ത് ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ചിലപ്പോൾ എഴുതുന്നതായിരിക്കാം, ചിലപ്പോൾ പാട്ട് നമുക്കൊന്ന് എഴുതാൻ തോന്നുന്നുണ്ടെങ്കിൽ എഴുതാം, മാറിയിരിക്കുകയാണെങ്കിൽ മാറിയിരിക്കാം. നമുക്ക് നല്ലൊരു തമാശ മൂവി കാണാം. ഒരു ദേഷ്യമായിട്ടിരിക്കുന്ന സമയത്ത് പോയിട്ട് ഭയങ്കര ടെററായിട്ടുള്ള സിനിമകളൊന്നും പോയി കാണാതിരിക്കുക. നമ്മൾ നല്ല തമാശയുള്ള സിനിമകളൊക്കെ കണ്ട് നമ്മളിത്, പിന്നെ മറ്റയാളെ അതിലൊന്നും നമ്മളെ എന്ത് ആക്ഷനാണോ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചത് അത് അയാളുടെ വിവരമില്ലായ്മയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അതിനേക്കാട്ടിലൊക്കെ ഒരുപാട് മീതയാണ് എന്നുള്ളതൊക്കെ. നമ്മുടെ കുറേ പോസിറ്റീവ്സ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ആ പോസിറ്റീവ്സ് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, അതിനെ ഷൂട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ താങ്ക് യു. ദേഷ്യം വരുമ്പോൾ മാനേജ് ഇറ്റ്, കൺട്രോൾ ഇറ്റ്, ഡീൽ ഇറ്റ്, അത്രയാണ് പറയാനുള്ളത്. സോ മറക്കരുത്, ചാനൽ വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് വരുള്ളൂ, നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. സോ ഇതുപോലെ ചെറിയ കഥകളും ചെറിയ വാല്യൂസും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ദാറ്റ് വിൽ ഹെൽപ്പ് ടു ബോണ്ടിങ്, ഫാമിലി ബോണ്ടിങ്, റിലേഷൻഷിപ്സ് ഒക്കെ നമുക്കൊന്നും കൂടി സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ട്. ബൈ.